ക്വസ്റ്റ്യൻ ഉണ്ട്. കാരണം അത് ഇച്ചിരി കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളതാണ്. ചോദിക്കുന്നതിന് വിരോധമില്ലല്ലോ. ഒന്നാമത് ഇവിടെ ദിവ്യ ഗർഭം ധരിച്ചിരിക്കുന്ന വെച്ചാൽ ഒന്നാമത്തത് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ അബ്രഹാമത്തിന്റെ ഭാര്യ സാറ. പുതിയ നിയമത്തിലോട്ട് വരുമ്പോഴത്തേക്കും അത് നമ്മുടെ ജോസഫിന്റെ ഭാര്യമായിട്ടുള്ള മേരിയാവും. അപ്പൊ ശരിക്കും ദിവ്യ ഗർഭങ്ങൾ തന്നെയാണോ അവിടെ? അങ്ങനെ സംഭവിക്കുമോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ? കാരണം മേരിയുടെ കാര്യം പറയാനുണ്ടെങ്കിൽ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ അത് ജോസഫ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അതെ, അപ്പോൾ ഞാൻ ഇന്നലെ കഴിഞ്ഞ പ്രാവശ്യം പാസ്റ്റർ വിളിച്ചപ്പോൾ സംസാരിച്ചപ്പം യേശുവിൻ്റെ ബർത്ത് ഡിവൈൻ എന്നവർ വാദിക്കുന്നത് കൊണ്ടാണ് ഞാൻ നേരെ അബ്രഹാമിലും സാറയിലേക്ക് പോയത്. അപ്പം എങ്ങനെയാണോ ജീസസിൻ്റെ ബർത്ത് അതേപോലെ ആയിരുന്നു സാറയും കൺസീവ് ചെയ്തത് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു പോയിന്റ് വെച്ചത്. പക്ഷേ നമുക്കിനി അടുത്ത അതിൻ്റെ ശരിക്കുമുള്ള കോണ്ടസ്റ്റിലേക്ക് വരാം. ഇപ്പോൾ ഏതൊരു മനുഷ്യൻ ജനിക്കണമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിനകത്ത് ഒരു ജീവൻ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിനൊരു സോഴ്സ് വേണം. ഈ നിയമം ഭൂമിയിൽ വെച്ചത് ദൈവം തന്നെയാണ്. അപ്പോൾ ഒരു കിളിക്കുഞ്ഞുണ്ടാകണമെങ്കിലും ഒരു മൃഗത്തിൻ്റെ കുഞ്ഞുണ്ടാകണമെങ്കിലും ഒരു മനുഷ്യൻ്റെ കുഞ്ഞുണ്ടാകണമെന്നുണ്ടെങ്കിലും ഒരു പിതാവും മാതാവും ഇല്ലാതെ ഉണ്ടാകത്തില്ല. ഈ റൂള് ദൈവം ഒരിക്കലും ഭൂമിയിൽ നിന്ന് ബ്രേക്ക് ചെയ്യത്തില്ല. കാരണം ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് തന്നെ പ്രശ്നത്തിലാവും. അപ്പൊ ഇനി യേശുവിന്റെ ബർത്ത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പുസ്തകത്തിനകത്ത് ദ ഗോസ്പൽ ഓഫ് മനോജ് എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ ആ കൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് ചുരുക്കി പറയാം. ഞാൻ ആ എഴുതിയിരിക്കുന്ന അത്രയും പറയണമെന്നുണ്ടെങ്കിൽ മണിക്കൂറുകളെടുക്കും. ഞാൻ ചുരുക്കി പറയാം. മറിയ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി രൂപകമാണ്. ജോസഫ് എന്ന് പറയുന്ന ആ വ്യക്തിയും രൂപകമാണ്. അത് രണ്ടും മനുഷ്യരല്ല. ജോസഫ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇസ്രായേൽ ജനങ്ങളുടെ ഹൃദയത്തിൽ ഒരു ജോസഫ് ഉണ്ട്. അവരുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന ഒരു ജോസഫ്. ആ പഴയ നിയമത്തിനകത്ത് യാക്കോബിന്റെ മകനായ ജോസഫ് ആ ക്ഷാമകാലത്ത് അവരെ പോറ്റാതിരുന്നു എന്നുണ്ടെങ്കിൽ ആ ജനത തന്നെ പട്ടുപോകുമായിരുന്നു. നമ്മൾ ഇന്ന് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി എന്ന് പറയുന്നത് പോലെ ആ ജനതയെ നിലനിർത്തിയ ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത് ജോസഫാണ്. അപ്പോൾ ഇസ്രായേൽ ജനങ്ങളുടെ ഹൃദയത്തിനകത്ത് അവരുടെ ആ ജീവനെ നിലനിർത്തിയ ആദ്യത്തെ വ്യക്തി അവർ ജോസഫായിട്ട് കാണുന്നത് കൊണ്ട് അതാണ് അവരുടെ രക്ഷകനായിട്ട് ഒരു റെസ്ക്യൂ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് അവർ വെച്ചിരിക്കുന്നത്. ആ ആശയം ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ എപ്പോഴൊക്കെ അവര് ഒരു ആപത്തിലാകുന്നോ, അവരുടെ ജീവിതം ഇനി ഇല്ല, ഞങ്ങൾ ഇതോടെ നശിച്ചു എന്ന് പറയുന്ന ഒരു പൊസിഷനിലെത്തുന്നോ, അവിടെ ഒരു റെസ്ക്യൂവർ ആയി വരുന്നത് ജോസഫിന്റെ പരമ്പരയിൽ വരുന്ന ആൾക്കാരായിരിക്കും. ഓക്കെ. അപ്പൊ ഇനി അതവിടെ നിൽക്കട്ടെ. ഇനി രണ്ടാമത്, അവർക്കൊരു രാജാവ് വേണമെന്നുള്ളത് അവരുടെ മാനുഷികമായ ആവശ്യമായിരുന്നു. ദൈവം ഒരിക്കലും അവർക്കൊരു രാജാവിനെ കൊടുക്കാമെന്ന് ദൈവമായിട്ട് പ്രോമിസ് ചെയ്തിട്ടില്ല. അപ്പൊ ഇസ്രായേൽ ജനങ്ങൾ ഈജിപ്തിൽ നിന്ന് കനാനിൽ എത്തിയതിനു ശേഷം അവർ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കണ്ണോടിക്കുമ്പം അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ജാതികൾക്കെല്ലാം രാജാക്കന്മാരുണ്ട്. ഇതുവരെ അവരെ നടത്തിക്കൊണ്ടുവന്ന മോസസ് ഇപ്പൊ ഇല്ല. അപ്പോൾ ഒരു ലീഡർഷിപ്പിൽ നിൽക്കാനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ള അവരുടെ വ്യൂ പോയിന്റിനകത്തുള്ള ഒരു വ്യക്തി ഇല്ലാത്തതുകൊണ്ട് അവര് ദൈവത്തോട് ചോദിക്കുവാണ്, ഞങ്ങൾക്കൊരു രാജാവിനെ വേണം, ഞങ്ങൾക്കൊരു രാജാവിനെ വേണം എന്നുള്ള കാര്യം. ഇത് ദൈവത്തോട് ഡയറക്റ്റ് ചോദിക്കാൻ അവർക്ക് അറിയത്തില്ല. അതുകൊണ്ട് അന്ന് അവരുടെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്ന ശമൂവേൽ പ്രവാചകന്റെ അടുത്താണ് ഇവരിത് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ദൈവം ശമൂവേൽ പ്രവാചകന്റെ കൂടെ ഇടപെടുവാണ്, ശരിക്കും അങ്ങനെ ഒരാളിന്റെ ആവശ്യമില്ല, ദൈവം തന്നെ രാജാവായിരിക്കുന്ന, ദൈവം തന്നെ പുരോഹിതനായിരിക്കുന്ന ആ ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് ബെറ്റർ. നിങ്ങൾ ആ രീതിയിൽ നിങ്ങളുടെ ലൈഫിനെ മോഡിഫൈ ചെയ്യുക. അപ്പുറം ഇപ്പുറമുള്ള ആൾക്കാരൊക്കെ എങ്ങനെയും ആയിക്കോട്ടെ, പക്ഷെ അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ അവർക്കൊരു രാജാവിനെ വേണമെന്ന് അവർ അലമുറയിട്ട് കരഞ്ഞത് കൊണ്ടാണ് ശൗലിനെ ആദ്യത്തെ രാജാവായിട്ട് ദൈവം കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ദാവീദ് വരുന്നത്, അത് കഴിഞ്ഞ് ശലോമോൻ വരുന്നത്. അപ്പോൾ ഈ 3 രാജാക്കന്മാർക്കുള്ള ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പുറത്തും ഇപ്പുറത്തുള്ള രാജ്യക്കാർ ഇവിടെ വന്ന് ആക്രമിക്കുമ്പോൾ, കാരണം ഇവിടെ കനാൻ ദേശത്ത് സമൃദ്ധിയാണ്, ഇപ്പോൾ എന്ത് കൃഷി ചെയ്താലും അവർ 100 മേനി ഉണ്ടാകും. അത് കനാൻ ദേശത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഇവർ ചെറുപയർ നടുമ്പോഴും അങ്ങനെയുള്ള കൃഷികളൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ ഈ വിളവ് കണ്ടിട്ട് അന്ന് ഈ രാജാക്കന്മാർ ആക്രമിച്ചതെല്ലാം ഈ വിളവ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്.
അപ്പൊ അവർക്ക് ഈ വിളവ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ജീവിക്കാൻ പറ്റില്ല, അവർക്ക് എന്താ ആഹാരം കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് ഈ രാജാക്കന്മാർ മെയിനായിട്ട് ഇവരുടെ ഈ ആൾക്കാരെ മാത്രമല്ല സംരക്ഷിച്ച് നിർത്തിയിരുന്നത്, ഇവരുടെ ഈ ധാന്യ ശേഖരങ്ങളെയും ഇവരുടെ കൃഷിയെയും കൂടെ പ്രൊട്ടക്ട് ചെയ്തിട്ടായിരുന്നു ഈ രാജാക്കന്മാരെല്ലാം യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള രാജാക്കന്മാർ ഭരിച്ചിരുന്നത് കൊണ്ട് പിന്നീട് ഈ സാമ്രാജ്യം വിഭജിക്കപ്പെട്ട് പിന്നീട് വന്ന രാജാക്കന്മാരൊന്നും ദാവീദിനെ പോലെയോ ശലോമോനെ പോലെയോ ഒന്നും എഫിഷ്യൻ്റ് അല്ലായിരുന്നു. അപ്പോൾ ഇവരുടെ ഉള്ളിൽ എപ്പോഴും ഒരു നിലവിളി ഉണ്ടാവും. അപ്പുറത്തുനിന്ന് രാജാക്കന്മാർ വന്ന് ഇവരെ ആക്രമിച്ച് ഇവരുടെ ഈ ധാന്യശേഖരങ്ങളും പിന്നെ കൃഷിയും എല്ലാം കൊള്ളയിട്ട് കൊണ്ടുപോകുമ്പം ഇവർക്കുണ്ടാകുന്ന ഒരു അകത്തു നിന്നുള്ള ഒരു വിളി ഉണ്ടായിരുന്നു. ദാവീദിനെ പോലൊരു രാജാവിനെ ഞങ്ങൾക്ക് വേണം, ശലോമോനെ പോലൊരു രാജാവിനെ ഞങ്ങൾക്ക് വേണം, ഞങ്ങളുടെ രാജ്യത്തെ ശരിക്കും യഥാസ്ഥാനപ്പെടുത്തി ഞങ്ങളുടെ രാജ്യത്തെ സംരക്ഷിച്ച് ജനങ്ങളെ സംരക്ഷിച്ച് ഞങ്ങളുടെ ഭക്ഷ്യവസ്തുക്കളെയും കൃഷിയൊക്കെ സംരക്ഷിച്ച് ഞങ്ങളെ പരിപാലിക്കുന്ന നല്ല ആരോഗ്യ ദൃഢഗാത്രനായ നല്ലൊരു വില്ലാളി വീരനായ അങ്ങനെ ഒരു രാജാവിനെ ഞങ്ങൾക്ക് വേണമെന്നുള്ളത് ഇവരൊരു പ്രാർത്ഥനയായിരുന്നു. അപ്പോൾ യെശയ്യാവ്, ഇരമ്യാവ് തുടങ്ങിയ പ്രവാചകന്മാരെല്ലാം പ്രവചിച്ചു അങ്ങനെ ഒരാൾ വരുന്നുണ്ട്. അങ്ങനെ ഈ പ്രവാചകന്മാരുടെ എല്ലാം പ്രവചനത്തെ ഇവർ ശരിക്കും ആസ്വദിച്ച് വരുവായിരുന്നു, എക്സ്പെക്ട് ചെയ്ത് വരുവാണ്. ഞങ്ങൾക്കൊരു മെഷിക വരും, ഞങ്ങൾക്ക് റെസ്ക്യൂ വരും. അപ്പോൾ ഈ റെസ്ക്യൂവർ എന്ന് പറയുന്ന മെഷിക എന്ന് പറയുന്നത് ആരിലാണ് ഇവർ കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ജോസഫിലാണ് ഇവർ ആദ്യം കാണുന്നത്. ഓക്കെ, ഇപ്പൊ പ്രവചനം എന്താ? ഒരു മെഷിക വരുന്നുണ്ട്, ഒരു രക്ഷകൻ വരുന്നുണ്ട്. അപ്പൊ ഇവരുടെ എക്സ്പെക്ടേഷൻ എല്ലാം ദാവീദിനെ പോലെ, കാരണം ദാവീദായിരുന്നു സൂപ്പർ ഹീറോ, ദാവീദിനെ പോലെ ഉള്ള ഒരു രാജാവ് വരുമെന്നുള്ളതായിരുന്നു ഈ ഇസ്രായേൽ ജനങ്ങളുടെ എക്സ്പെക്ടേഷൻ. അങ്ങനെ ഈ പ്രവചനങ്ങൾ ഉണ്ടായതിനു ശേഷം സെക്കരിയാവ് എന്ന് പറഞ്ഞൊരു പ്രവാചകൻ വന്നിട്ട് പ്രവചിച്ചു, ഇനി വരാൻ പോകുന്ന രാജാവ് നിങ്ങളുടെ എക്സ്പെക്ടേഷൻ പോലെ അല്ല അദ്ദേഹത്തിന്റെ ഭരണം വരാൻ പോകുന്നത്. ആ രാജാവ് വരുമ്പോൾ ചെയ്യാൻ പോകുന്നത് അദ്ദേഹത്തിനുണ്ടാകുന്ന ആ ഒരു അധികാരത്തെ, ആ രാജകീയ അധികാരത്തെയും ആ പൗരോഹിത്യത്തിന്റെ അധികാരത്തെയും എല്ലാം നിങ്ങളെപ്പോലുള്ള സാധാരണ ജനങ്ങളിലേക്ക് ഡിസ്പേഴ്സ് ചെയ്ത് നിങ്ങളെല്ലാവരെയും ഇക്വിപ്പ് ചെയ്യുന്ന തരത്തിലായിരിക്കും ഇനി വരാൻ പോകുന്ന രാജാവ് ഭരിക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു പ്രവചനം സെക്കരിയാവ് പ്രവചിച്ചപ്പോൾ ആ ഒരു ഐഡിയോളജിയെ ഈ ജനങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അവരുടെ എക്സ്പെക്ടേഷൻ ഇവർക്ക് സുഖമായിട്ട് ജീവിക്കണം, രാജാവ് ഇവരെ പ്രൊട്ടക്ട് ചെയ്യണം. അപ്പൊ അങ്ങനെ ഒരു എക്സ്പെക്ടേഷനോട് കൂടി ഇരിക്കുന്നതുകൊണ്ട് സെക്കരിയാവ് പറഞ്ഞ ഈ പുതിയ ഐഡിയോളജിയെ അവർ തള്ളിക്കളയുക മാത്രമല്ല, ആ സെക്കരിയാവ് കള്ളപ്രവാചകനാന്ന് പറഞ്ഞിട്ട് ആ ദേവാലയത്തിന്റെ ഫ്രണ്ടിൽ ആ കോട്ടയാടിലിട്ടിട്ട് ആ സെക്കരിയാവിനെ വെട്ടിക്കൊന്നു. അപ്പൊ ഈ സെക്കരിയാവിന്റെ പ്രവചനം എന്താ? ഒരു രാജാവ് വരുന്നുണ്ട്, ആ രാജാവ് ദാവീദിനെ പോലെ സിംഹാസനത്തിൽ നിന്ന് ഭരിക്കുന്നവനാകത്തില്ല. ആ അധികാരത്തെയും ആ രാജകീയ പവറിനെയെല്ലാം നിങ്ങൾ ഓരോ വ്യക്തിയിലേക്കും ഡിസ്പേഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, നിങ്ങൾ ഓരോരുത്തരെയും രാജാവും പുരോഹിതന്മാരും ആക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും അദ്ദേഹത്തിന്റെ രാജത്വം എന്നുള്ളതാണ് പ്രവചനം. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഐഡിയ അവരിതുവരെ കേട്ടിട്ടില്ല. അങ്ങനെ ഒരു രാജാവിനെ ഇതുവരെ കണ്ടിട്ടുമില്ല. സോ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ കൺസെപ്റ്റാണ്. ആ കൺസെപ്റ്റിനെയാണ് വെർജിൻ ഐഡിയ എന്ന് പറയുന്നത്. സോ ഫാർ ഇങ്ങനെ ഒരു ഐഡിയ അവർ കണ്ടിട്ട് കേട്ടിട്ടില്ലാത്തതുകൊണ്ട് ഇറ്റ്സ് എ വെർജിൻ ഐഡിയ. സോ ഈ വെർജിൻ ഐഡിയക്ക് അവരിട്ട പേരാണ് മേരി. സോ മേരി എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല, ഈ ഐഡിയയാണ്, ഈ വെർജിൻ ഐഡിയയാണ് മേരി. പക്ഷേ ഈ വെർജിൻ ഐഡിയക്ക് മറ്റ് ജോസഫിന്റെ റെസ്ക്യൂവുമായിട്ട് ഒരു ബന്ധവുമില്ല. അത് എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റും ഇത് എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റുമാണ്. സോ ഇത് തമ്മിലുള്ള ഒരു കോമ്പിനേഷനിലല്ല ഈ പുതിയ വ്യക്തി വരുന്നത്. അപ്പോൾ ജോസഫ് എന്ന് പറയുന്ന വ്യക്തിയും മറിയ എന്ന് പറയുന്ന വ്യക്തിയും തമ്മിലുള്ള ശാരീരിക ബന്ധമില്ല എന്ന് പറയുന്നതിൻ്റെ ഇന്നർ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെ പണ്ട് റെസ്ക്യൂ ചെയ്തിരുന്ന ജോസഫിന്റെ ഐഡിയോളജിയിലോ ആ ഒരു രീതിയുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത മറ്റൊരു പുതിയ നവീനമായിട്ടുള്ള മറ്റൊരു ഐഡിയോളജിയിൽ വന്ന് പിറക്കുന്ന ഒരു വ്യക്തി. ഇതാണ് ജോസഫ് മറിയൻ എന്ന് പറയുന്ന രണ്ട് കഥാപാത്രങ്ങൾ. ഇനി അടുത്തൊരു കാര്യം കൂടി ഇതിനകത്ത് വളരെ പ്രസക്തമാണ്. ജോസഫ് എന്ന് പറയുന്ന വ്യക്തി മരപ്പണിക്കാരൻ എന്നുള്ള ഒരു പശ്ചാത്തലമുണ്ട്. തച്ചൻ,
തടിയിൽ പണിയെടുക്കുന്നവൻ. ഈ തച്ചൻ തടിയിൽ പണിയെടുക്കുന്നവൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് നന്മയുടെയും തിന്മയുടെയും വൃക്ഷത്തിന്റെ ഫലം എന്നുള്ള കൺസെപ്റ്റാണ്. ആദം വീഴ്ത്തപ്പെട്ടത് എവിടെയാണ്? നന്മയുടെയും തിന്മയുടെയും വൃക്ഷത്തിന്റെ ഫലത്തിൽ നിന്നാണ് വീഴ്ത്തപ്പെട്ടത്. ഇപ്പോൾ ഈ ഇസ്രായേൽ ജനങ്ങൾ അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യം എന്തുവാണ്? ഈ ന്യായപ്രമാണം എന്ന് പറയുന്നത് നന്മയും തിന്മയുമാണ്. ഈ നന്മയും തിന്മയും ആചരിച്ചും ആ നന്മ ചെയ്തും തിന്മ ചെയ്യാതെയുമുള്ള ആ ഫലത്തിന്റെ രീതിയിലാണ് അവർ ജീവിച്ചു വരുന്നത്. അതാണ് മരപ്പണിക്കാരൻ. അപ്പോൾ ആ പാരമ്പര്യത്തിൽ തന്നെയാണ് ജീസസും വരുന്നത്. പക്ഷെ മറ്റൊരു പുതിയ ഐഡിയോളജിയുമായിട്ടാണ് വരുന്നത്. ഈ ഒരു പാരമ്പര്യവും ഈ പുതിയ ഐഡിയോളജിയുമായിട്ട് ഒരു തരത്തിലും സമ്പർക്കമില്ല. ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെന്റ് ഓപ്പോസിറ്റ് പോൾസ് ആണ്. ക്ലിയർ ആയോ ജോസഫിന്റെ കൺസെപ്റ്റും മറിയുടെ കൺസെപ്റ്റും? അപ്പൊ ഇവിടെ ജീസസ് ഏത് ഫിസിക്കൽ ബയോളജിക്കലി ഏത് അപ്പന് ജനിച്ചു എന്നുള്ളത് അപ്രസക്തമാണ്. ബയോളജിക്കലി ഏത് അമ്മയ്ക്ക് ജനിച്ചു എന്നുള്ളത് അപ്രസക്തമാണ്. അതല്ല ഇതിനകത്ത് ജീസസിന്റെ ജനനത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ജീസസിന്റെ ജനനത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ രണ്ട് ഐഡിയോളജിയുടെ പ്രോഡക്റ്റ് ആണ്. പക്ഷെ ഈ ഐഡിയോളജി തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തില്ല? ഹാൻഡ് ഷേക്കിംഗ് ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ലിങ്കിങ്ങും ഇല്ല. ഇതാണ് ജീസസിന്റെ ബർത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന ജോസഫും മേരിയും തമ്മിലുള്ള ആ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ജോസഫിനെ വളർത്തച്ഛൻ എന്ന് പറയാൻ കാരണം ജീസസ് ഈ നന്മയുടെയും തിന്മയുടെയും ന്യായപ്രമാണത്തിന്റെ കീഴെയാണ് ജനിച്ചെങ്കിലും ജീസസ് ഒരിക്കലും ന്യായപ്രമാണത്തെ അനുസരിച്ച് അതിന് കീഴ്പ്പെട്ടല്ല ജീവിച്ചത്. ഇല്ലേ? ന്യായപ്രമാണം പറയുന്ന പല കാര്യങ്ങളെയും തൻ്റെ ജീവിതം കൊണ്ട് അദ്ദേഹം ഖണ്ഡിച്ചിട്ട് അങ്ങനെയല്ല ഇങ്ങനെ ചെയ്യാമെന്ന് അദ്ദേഹം പ്രൂവ് ചെയ്യായിരുന്നു. അതുകൊണ്ടാണ് വളർത്തച്ഛൻ. ആ ശൈശവ ദശയിൽ മാത്രമേ ന്യായപ്രമാണത്തിന് ജീസസിന്റെ മേൽ കർത്തൃത്വം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് വളർത്തച്ഛൻ എന്ന് എഴുതിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹം ഒരു പക്വതയിലേക്ക് എത്തുമ്പോൾ ന്യായപ്രമാണ വ്യവസ്ഥയുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഡിവൈനിറ്റിയിൽ നിന്നുകൊണ്ടാണ് ജീസസിന്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ വന്നിരിക്കുന്നത്. സോ ബൈബിൾ പറയുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുഴുവൻ ഈ രീതിയിൽ സ്പിരിറ്റ് സെൻസ് കൊണ്ട് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇതിന്റെ ഡീറ്റെയിലിംഗ് എന്താണെന്ന് പിടികിട്ടത്തുള്ളൂ. അപ്പൊ ജീസസിന്റെ ഇതോടെ കംപ്ലീറ്റ് ചെയ്തോട്ടെ. ജീസസിന്റെ അഡ്വൈസും നമ്മോട് പറയുന്നത് നീ ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കാനല്ല. ജീസസിന്റെ അഡ്വൈസ് അതുപോലെ ഡിറ്റോമായിട്ട് അടുത്ത് കോപ്പി ചെയ്ത് ഫോളോ ചെയ്ത് വന്നത് പൗലൂസാണ്. അതുകൊണ്ട് ജീസസ് എന്താണോ അഡ്വൈസ് കൊടുത്തത് അതേ ഡിറ്റോ കാര്യമാണ് പൗലൂസും അഡ്വൈസ് കൊടുത്ത് മുമ്പോട്ട് പോകുന്നത്. ന്യായപ്രമാണത്തിൽ നീ ജീവിച്ചു കഴിഞ്ഞാൽ നീ മരിക്കും, പക്ഷേ ആത്മാവിൽ ജീവിച്ചു കഴിഞ്ഞാൽ, ജീസസ് പറഞ്ഞ അതേ ആശയമാണ്, ആത്മാവിൽ നീ ജീവിച്ചു കഴിഞ്ഞാൽ നീ ജീവിക്കും, നിത്യജീവൻ നിനക്ക് കിട്ടും. അപ്പോൾ ന്യായപ്രമാണ സംബന്ധമായി മരണവും ആത്മാവ് സംബന്ധമായും ജീവനുമെന്ന് ജീസസിന്റെ അതേ ആദർശങ്ങൾ അതുപോലെ ജീവിതത്തിനകത്ത് പ്രാബല്യത്തിൽ കൊണ്ടുവന്നിട്ട് ഉപദേശിച്ച ആള് പൗലൂസാണ്. ഓക്കെ, ഇപ്പൊ ഏകദേശം ഒരു ഐഡിയ, ഒരു ഔട്ട്ലൈൻ കിട്ടിയോ? ഓക്കെ, ഇനി എന്താ സംശയം, എന്താ പറയാമെന്ന്? ജീസസിന്റെ ബർത്തിനെ കുറിച്ചുള്ള ആ ഒരു കോൺട്രോവേഴ്സി അത് അപ്രസക്തമാണ്. കാരണം അതിനെക്കുറിച്ച് ശരിക്കും ഇത് ജീസസിന്റെ വെർജിന് കന്യകയിൽ നിന്ന് ജനിച്ചു എന്ന് പറയുന്നത് ഒരു മെറ്റാഫോറിക്കലായിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ രണ്ട് ആശയങ്ങളുടെ കൊളാപ്സ് ആണ്. പക്ഷെ അത് ശരിക്കും അങ്ങനെ ഒരു ജോസഫ് മേരിയും ഇല്ല, അതൊരു മെറ്റാഫോറിക്കലായിട്ട് പറഞ്ഞിരിക്കുന്നത് മാത്രം. അതെ, അപ്പൊ ഈ ആശയത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ കോൺട്രവേഴ്സി എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുന്ന ആ ഒരു ത്രെഡിന് വാലിഡിറ്റി ഉണ്ടാവത്തില്ല. എനിക്കും ഇങ്ങനെ ചെറിയ സംശയമൊക്കെ ഉണ്ടാക്കാം. കാരണം വെച്ചാൽ അറിയാം, നമ്മൾക്ക് ദൈവം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും പിന്നീട് കോൺട്രാക്ട് വരുന്നത്. കാരണം ഇതിനകത്ത് ഇവര് നമ്മുടെ ഈസ്റ്റേൺ കൾച്ചറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഈ ധ്യാനം, ഇൻഡ്യൂഷനൊക്കെ അന്നൊക്കെ തന്നെ എനിക്കത് മനസ്സിലായി. കാരണം ഈ ബുദ്ധന് തന്നെ വെളിപാടുണ്ടായത് അവിടെ വെളിപാട് എൻലൈറ്റ്മെന്റ് എന്നാ പറയുന്നത്, അല്ലാതെ ഒരാള് പ്രത്യക്ഷപ്പെട്ടെന്ന് ഇന്നത് ചെയ്യാൻ പോകുന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം എനിക്കങ്ങനെ പിന്നീട് ഞാൻ പറഞ്ഞോ കംപ്ലീറ്റ് ചെയ്യൂ.
ഞാൻ പിന്നീട് മറ്റൊരു കാര്യം ചോദിക്കാനായിട്ട് വന്നത്, പിന്നെ ബ്രദറിന്റെ വീഡിയോക്കകത്ത് സ്പിരിച്വൽ മെഡിറ്റേഷനെ കുറിച്ച് കണ്ടിട്ടാണ്, അതിനെ കുറിച്ച് സംസാരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് വന്നു. ഓക്കെ, നമുക്കത് അടുത്ത ദിവസം സംസാരിച്ചാൽ മതിയോ? അത് സംസാരിച്ചാൽ മതി. അതെ അതെ. ഓക്കെ, അപ്പം അത് സംസാരിക്കുന്നതിന് മുമ്പ് അത് ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ വന്ന കാര്യം ഇതായിരുന്നു. ബ്രദറും ഡിസയറോടുകൂടെ അകത്ത് വെക്കേണ്ടത്, ഒരു ഡീപ്പ് ഡിസയർ അകത്ത് വെക്കേണ്ടത്, മോസസിന് ഇൻഡ്യൂഷൻ ഉണ്ടായെങ്കിൽ, ദാവീദിന് ഇൻഡ്യൂഷൻ ഉണ്ടായെങ്കിൽ, ജീസസിന് ഇൻഡ്യൂഷൻ ഉണ്ടായെങ്കിൽ, പൗലൂസിന് ഇൻഡ്യൂഷൻ ഉണ്ടായെങ്കിൽ, അങ്ങനെ ഒരു സ്പിരിറ്റ് ലെഡ് ലൈഫ് ഇവരുടെ എല്ലാം ലൈഫിനകത്ത് ഉണ്ടായി, അവരെല്ലാം അതിനകത്ത് സക്സീഡ് ആയിട്ടുണ്ടെങ്കിൽ എനിക്കും അത് വേണമെന്നുള്ള ഒരു ഡീപ്പ് ഡിസയർ വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടുന്ന പ്ലാറ്റ്ഫോമും അതിന് വേണ്ടുന്നുള്ള സാഹചര്യങ്ങളും അതിന് വേണ്ടുന്നുള്ള വ്യക്തികളെയെല്ലാം ഈ പ്രപഞ്ചം തന്നെ, അല്ലെങ്കിൽ ആ ഒരു ഡിവൈൻ എനർജി തന്നെ നിങ്ങളുടെ അടുക്കിലേക്ക് കൊണ്ടുവരും. നിങ്ങൾ അതിന് ഇക്വിപ്പ് ചെയ്യും, നിങ്ങൾ അതിനകത്തേക്ക് നിങ്ങൾ അതിങ്ങനെ കൺവേർട്ട് ചെയ്തെടുക്കും. ഓക്കെ, അപ്പോൾ അത് ആ ഒരു ഡിവൈൻ എനർജിയിൽ നിങ്ങൾ ഇമേഴ്സ്ഡ് ആകുന്നതിന്, അല്ലെങ്കിൽ ആ ഡിവൈൻ എനർജിയിൽ നിങ്ങൾ ജീവിക്കുന്നതിനെയാണ് ഈ ഒരു സൺഷിപ്പിലെ ലൈഫ് എന്നൊക്കെ പറയുന്നത്. റൈറ്റ്, ഫൈൻ. അപ്പോൾ നമുക്കത് വേറൊരു ദിവസം നമുക്ക് ഇതുപോലെ സംസാരിക്കാൻ വേണ്ടി, ഇതുപോലെ എനിക്കൊന്ന് മെസ്സേജ് ഇട്ടിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഞാനൊന്ന് ഫ്രീ ആകുന്ന സമയത്ത് നമുക്ക് ഇരിക്കാം, സംസാരിക്കാം. തീർച്ചയായിട്ടും. ഇപ്പൊ ഞാൻ പ്രധാനമായിട്ടും നന്ദി പറയുകയാണ് ഈ നമ്മുടെ ഈ ഒരു പിന്നെ ഒരു ചർച്ചയ്ക്കിടയിൽ. കാരണം ഒരുപാട് കാര്യങ്ങൾ നിന്നും ഒരുപാട് നമ്മൾ ഇടയ്ക്ക് ഇന്ററാക്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ മനസ്സിലാക്കാൻ ഒരുപാട് പിന്നെ നന്ദി പറയുകയാണ്. ഇനിയും ഒരുപാട് പിന്നീട് ഇതുപോലെ ഇത് നമ്മളിപ്പോൾ സംസാരിച്ചത് ആ ഒരു കടലിനകത്തുള്ള ഒരു തുള്ളി വെള്ളത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ മിണ്ടിയത്. ഇതുപോലെ ആ ഒരു സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ വലിയൊരു ഓഷനാണ്. നമ്മൾ എത്ര മനസ്സിലാക്കിയാലും തീരാത്തൊരു വലിയൊരു ഓഷനാണ്. അപ്പോൾ നമ്മുടെ ഭാരതത്തില്, നമ്മുടെ ഇന്ത്യയിൽ നിന്നാണ് ഈ ധ്യാനം അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾക്കൊക്കെ പ്രസക്തിയായിട്ട് വന്നത്. ഇപ്പൊ ഒരുപാട് വിദേശ രാജ്യങ്ങളിലൊക്കെ ഇവിടെ നമ്മുടെ ഒരുപാട് കൾച്ചറിന്റെ ഒരുപാട് ധ്യാനങ്ങളൊക്കെ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഇൻഫ്ലുവൻസ് അന്നത്തെ ഈ ഇസ്രായേലി ജനങ്ങളിലും ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. കാരണം മോസസും മെഡിറ്റേഷൻ്റെ ആളായിരുന്നു, ജീസസും മെഡിറ്റേഷൻ്റെ ആളായിരുന്നു, മുഹമ്മദ് നബിയും മെഡിറ്റേഷൻ്റെ ആളായിരുന്നു. മെഡിറ്റേഷനിലൂടെയാണ് അവർക്കെല്ലാം ഈ ഒരു ആത്മീയ അനുഭൂതി അവരുടെ ലൈഫിനകത്തേക്ക് കണക്ട് ആയത്. ഈവൻ യാക്കോബ് പോലും അവൻ പേടിച്ച് അവിടെ നിന്ന് ഓടുന്ന സമയത്ത് ആ കാട്ടിലിരുന്ന് അവൻ ശരിക്കും ആ ധ്യാനത്തിനകത്ത് ഇരിക്കുമ്പോഴാണ് അവൻ ഒരു ആദ്യത്തെ ദൈവിക അനുഭവം ഉണ്ടാകുന്നത്. ആ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന അതൊരു ദർശനത്തിലാണ് കിട്ടിയിരുന്നത്. ആ ദർശനമുണ്ടായതും ആ ഒരു ധ്യാനത്തിന്റെ മനോഭാവത്തിൽ ഇരുന്നപ്പോഴാണ്. ഞാനേ ഒരു കാര്യം കൂടെ ചോദിക്കാനായിട്ട് ഞാൻ മറന്നുപോയതാണ്. നമ്മുടെ ഈ ബൈബിളിനകത്ത് തന്നെ പറയുന്നുണ്ട്, പിന്നീട് ജോബിന്റെ പുസ്തകത്തിനകത്ത് ഈ ഒരു ഇങ്ങനൊരു വാക്യമുണ്ട്, ദൈവദൂതന്മാർ അവിടെ ദൈവത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അവരോടൊപ്പം ഭൂമി മൊത്തം സഞ്ചരിച്ച് സാത്താനും പ്രത്യക്ഷപ്പെട്ട്. അപ്പൊ ദൈവം ചോദിച്ചു, നീ ഭൂമി മുഴുവൻ സഞ്ചരിച്ച് വന്നതല്ലേ, നീ എന്റെ ദാസനായിട്ട് ജോബിനെ ശ്രദ്ധിച്ചു. പിന്നീട് പരീക്ഷണങ്ങളും എല്ലാം വരുന്നുണ്ട്. പക്ഷെ ഇത് എന്തിനെ കുറിച്ച് പറയുന്നു പറയാമോ? ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. നമ്മിൽ ഒരു ഡിവൈൻ പവർ ആക്റ്റീവായി കഴിയുമ്പോൾ ആ ഡിവൈൻ പവറിന്റെ മുന്നിൽ നമ്മുടെ മാനുഷിക ഭാവം ഒന്ന് നിൽക്കും. ഈ ഊടാടി സഞ്ചരിക്കുന്നത് എപ്പോഴും നമ്മുടെ മാനുഷിക ചിന്തകളാണ്. ഈ ലസ്റ്റിനകത്തുനിന്ന് വരുന്ന ആ ഒരു ഊടാടി സഞ്ചാരം എപ്പോഴും ചെയ്യുന്നത് മനുഷ്യന്റെ മനസ്സാണ്. അതുകൊണ്ടാണ് ഈ ഹൈന്ദവത്തിൽ ഈ ഗണപതി ഇരിക്കുന്നത് മൂഷികന്റെ പുറത്താണ്. ഈ മൂഷികൻ എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് ഇതേപോലെ മനുഷ്യന്റെ മനസ്സാണ്. ഈ ഊടാടി സഞ്ചരിക്കുന്ന, എവിടെ കൂടിയും തുരന്നു പോകുന്ന ഒരു പ്രകൃതമുള്ള മൂഷികനെ അടക്കി വെച്ചിരിക്കുന്നത് അത്രയും ഭാരമുള്ള ഒരു ദൈവിക ഭാവമുള്ള ഒരു വ്യക്തി അതിന്റെ പുറത്തിരുന്നാലേ അത് അടങ്ങിയിരിക്കത്തുള്ളൂ. സോ ഇതുപോലെ ഈ സാത്താൻ എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ ആ അപ്പർ കോൺഷ്യസിനകത്ത്, നമ്മുടെ ഡിവൈൻ കോൺഷ്യസിനകത്ത് ഈ ഒരു മാനുഷിക ഭാവം വന്ന് നിന്ന് സംസാരിക്കുന്നതിനെയാണ് ശരിക്കും അവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും 101%. അത് തന്നെയാണ് ജീസസിന്റെ 40 ദിവസത്തെ പരീക്ഷണവും. തീർച്ചയായിട്ടും ഇപ്പം ബ്രദറിൽ ഒരുപാട് കാര്യങ്ങൾ കാരണത്തിൽ ഒരുപാട് നാളുകൊണ്ടുള്ള
സംശയമായിരുന്നു. അപ്പൊ നമ്മുടെ മനസ്സിൽ കിടന്നു ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ക്ലിയർ ചെയ്യാൻ പറ്റി. ഇതുകൊണ്ട് ഈ ഒരു ചർച്ച കൊണ്ട് മറ്റുള്ള ആൾക്കാർക്ക് ഇങ്ങനത്തുള്ള ക്ലാരിഫൈ ചെയ്തിട്ടുള്ളതിന് എനിക്ക് സന്തോഷമുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് ഇനി സംസാരിക്കണം. ഓക്കെ ബ്രദർ, ഞാൻ പേര് പറഞ്ഞു ഒന്നുകൂടെ പറയുന്നു. എന്റെ പേര് ജോബിൻ. ജോബിൻ. അപ്പൊ യു കെയിലാണ് ഇപ്പോ? ഓക്കെ. നാട്ടിലെവിടെയാ? നാട്ടില് കൊല്ലം ജില്ല. കൊല്ലം ജില്ല. അവിടെ ഫാമിലി ആയിട്ട് സെറ്റിൽഡ് ആണോ അതോ? അതല്ല, ഞാനിവിടെ ഒറ്റയ്ക്കാണ്. ഞാനിവിടെ ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഒരു 5 വർഷം. ഫാദർ ഇപ്പൊ നാട്ടിലെവിടെയാണ്? ഞാൻ തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ അവിടെ നാട്ടിൽ വരുമ്പോഴത്തേക്ക് ഒരു ദിവസം ഫാദർ ഒന്ന് കാണുകയും സംസാരിക്കാം, നമുക്ക് നേരിട്ട് കാണാം. ഓക്കെ ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ഓക്കെ, ഇടയ്ക്ക് ഇതുപോലെ വിളിച്ചോളൂ, നമുക്ക് മെഡിറ്റേഷൻ്റെ കാര്യങ്ങൾ സംസാരിക്കാം. തീർച്ചയായിട്ടും ഞാൻ നാളെ ഒന്ന് കോൺടാക്ട് ചെയ്യുന്നുണ്ട് മെഡിറ്റേഷനെ കുറിച്ച് സംസാരിക്കാനായിട്ട്. ഓക്കെ ആയിക്കോട്ടെ, ശരി.